നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ്, എല്ലാം സന്തോഷത്തോടെയാണെങ്കിലും ഇത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വലിയ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യ മനസ്സിന് കീഴടക്കാൻ, ആ മനസ്സിൽ എന്നും സംഗീതത്തിൻ്റെ പെരുമഴ പൊഴിക്കാൻ കഴിയുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലെ 35-38 വർഷത്തോളം ദിനം പ്രതി ഈ സംസാരിക്കുന്ന അവസരത്തിൽ പോലും ഞാൻ ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളിൻ്റെ ആരാധകൻ എന്ന് ഞാൻ പറയുന്ന വ്യക്തിത്വം. ജീവിതത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കാനും അവരുമായി അഭിമുഖങ്ങൾ എടുക്കാനും അവരുമായി ചിത്രങ്ങൾ എടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ദുഃഖത്തിൻ്റെ ഒരു ചെറിയ പോറൽ വീഴ്ത്തി കടന്നുപോയ ഒരു വലിയ വ്യക്തിത്വം. അത് പറയാൻ കാരണം, എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ രാവിലെ തുടങ്ങുന്നത് ആ സുപ്രഭാതം കേട്ടിട്ടാണ്. ലോകപ്രശസ്ത സംഗീതജ്ഞ, അന്തരിച്ച ഭാരതരത്നം അവാർഡ് നേടിയ MS സുബ്ബലക്ഷ്മി. നാട്ടിലും വിദേശത്തും അതിരാവിലെ ഉണർന്നാലുടൻ കേൾക്കുന്നത് വെങ്കടേശ്വര സുപ്രഭാതമാണ്. അതുപോലെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം എന്ന് തുടങ്ങുന്ന കീർത്തനങ്ങൾ രംഗപുരമിഹാര, അങ്ങനെ എത്ര കീർത്തനങ്ങൾ, എത്ര സുപ്രഭാതങ്ങൾ. അതിൻ്റെ ആ ഊർജം രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ എഴുന്നേറ്റ് കഴിഞ്ഞ പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഞാൻ ശ്രീമതി MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയില്ല. തുറന്ന് തന്നെ പറയാം, ഒരുപാട് പ്രതിഭകളെ, ഒരുപാട് ലോകപ്രശസ്തരെ, നോബൽ സമ്മാനം നേടിയ, കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടിയ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അഹന്തയോടെയല്ല, വിനയത്തോടെയാണ് പറയുന്നത്. പക്ഷേ 40 വർഷക്കാലം ഒരു മനുഷ്യ ഹൃദയത്തിൽ സംഗീതത്തിൻ്റെ സാന്ദ്രമായിട്ടുള്ള ആ ഒഴുക്ക് നമ്മളിലുണ്ടാക്കുന്ന ആവേശം, അത് എങ്ങനെയാണ് അവതരിപ്പിക്കുക? അപ്പോൾ ആ വലിയ വ്യക്തിത്വത്തെ നേരിൽ കാണണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടു നടക്കുന്ന അവസരത്തിലാണ് 1988 MS-ൻ്റെ ഒരു കച്ചേരി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടക്കുകയാണ്. അപ്പോൾ ചിലരെ കൂടി പറയാതെ കടന്നു പോകുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ വന്ന വഴിയിൽ നമുക്ക് പൂക്കൾ വിതറിയ ആൾക്കാരെ മറന്നു പോവുകയാണ് ഭൂരിഭാഗവും. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂര്യ കൃഷ്ണമൂർത്തി എന്ന നല്ല മനുഷ്യനാണ്. ഞാനൊരു വലിയ എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചൊരു നല്ലൊരു വ്യക്തി.
അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റം, അതേക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ അവസരത്തിൽ അത് പറയുന്നില്ല. അപ്പോൾ സൂര്യയിലെ മെമ്പറൊന്നുമല്ല ഞാനെങ്കിലും സൂര്യയുടെ എല്ലാ ഫങ്ഷൻസിനും പങ്കെടുക്കാനും പ്രോഗ്രാമുകൾ കാണാനുമൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാതി തിരുനാളിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള 100 ദിവസത്തെ പ്രോഗ്രാം അങ്ങനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക കഴിവും മികവും തന്നെ വേണം. അപ്പോൾ MS-ൻ്റെ കച്ചേരിയാണ്. ഒന്ന് കാണണം, ആ പാതാരബിന്ദങ്ങളിൽ ഒന്ന് തൊട്ട് അനുഗ്രഹം മേടിക്കണം എന്നുള്ള ആഗ്രഹം ചുമന്ന് 4-5 പ്രാവശ്യം ഞാൻ കൃഷ്ണേട്ട എന്നാണ് വിളിക്കുന്നത്. സൂര്യകൃഷ്ണമൂർത്തിയെ നേരിൽ കാണുകയും പറയും. അപ്പോൾ കംപ്ലീറ്റ് പാസം തീർന്നു, ഒരു രക്ഷയുമില്ല, എന്നാലും അവിടെ വന്നു നോക്കൂ എന്നെന്നോട് പറയുകയാണ്. ഇത്രയും 10-40 വർഷക്കാലം ഇന്നും MS-ൻ്റെ സുപ്രഭാതം കേട്ടാണ് ഞാൻ ഉണരുകയും എൻ്റെ ദിനചര്യകൾ തുടങ്ങുകയും ചെയ്യുക. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ എത്രയും വലിയൊരു വ്യക്തിത്വം കടന്നു വരിക, അല്ലെങ്കിൽ അവരുടെ വോയിസിലൂടെ നമ്മുടെ മനസ്സിനെ മതിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഞാൻ സൂര്യമേളയുടെ MS-ൻ്റെ കച്ചേരി ദിവസം മനസ്സിൽ കണക്കുകൂട്ടി അങ്ങനെ നീങ്ങുകയാണ്. എന്താണ് ആ കച്ചേരി കേൾക്കുക, ആ സെൻറ്റ് ഹാളിനകത്ത് എങ്ങനെയൊന്ന് കടന്നുകൂടും. തിരക്കിൻ്റെ ഇടയിൽ 100 കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുന്ന ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയോട് ആ ഒരു അവസരത്തിൽ ചെന്ന് എന്നെ കൂടെ കയറ്റിവിടണം എന്ന് പറയുന്നത് അനുചിതമായിട്ടുള്ള ഒരു സംഗതിയല്ല. അന്ന് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവ് അന്തരിച്ച ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സെനറ്റ് ഹാൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. മുന്നിലൂടെയും പിന്നിലൂടെയും കയറാൻ വയ്യാത്ത ഒരവസ്ഥ. MS-നെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു ബ്രീഫ് ഞാൻ ഇതോടൊപ്പം ഈ പ്രോഗ്രാമിൽ ചേർത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പൂർണ്ണമായും ഇവിടെ പറയുന്നില്ല എങ്കിലും 1916 സെപ്റ്റംബർ 16 മധുരയിൽ സംഗീത കുടുംബത്തിൽ ജനിച്ചു. 13ാം വയസ്സിൽ ആദ്യ കച്ചേരി നടത്തി. 17ാം വയസ്സിൽ സംഗീത അക്കാദമിയിൽ പാട്ട് കച്ചേരി അവതരിപ്പിച്ചു. അതോടുകൂടി പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറുകയായി. ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, തമിഴ്, മലയാളം, തെലുങ്ക്, സംസ്കൃതം തുടങ്ങി ധാരാളം ഭാഷകളിൽ അവർ പാടിയിട്ടുണ്ട്. 1936 20ാം വയസ്സിൽ ശ്രീ സദാശിവത്തെ കല്യാണം കഴിച്ചു. ഗാന്ധിജി, നെഹ്റു എന്നിവരെ കാണുകയും സംസാരിക്കുകയും ഉണ്ടായി. 1974 മാഗ്സസെ അവാർഡ്, 1975 പത്മവിഭൂഷൺ, 1985 സ്പിരിറ്റ് ഓഫ് ഫ്രീഡം അവാർഡ്, 1988 കാളിദാസ് സമ്മാൻ, 1998 ഭാരതരത്നം എന്നിവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2004 ഡിസംബർ 11 അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോകോത്തര പ്രതിഭയായ MS-ൻ്റെ വോയിസ് ഐക്യരാഷ്ട്രസഭയിലും കേൾക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം പല നല്ല കീർത്തനങ്ങളും പാടപ്പെടുകയുണ്ടായി. അപ്പോൾ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന അവരെ ഒരു നോക്ക് കാണാൻ, അവരുമായി 2 വാക്ക് സംസാരിക്കാൻ 40 വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ ആ സുദിനം വന്നെത്തി. ഞാൻ 5 മണിയായപ്പോഴേ സെനറ്റ് ഹാൾ പരിസരത്ത് ചെന്നെത്തിയെങ്കിലും ഒരുപാട് പരിചയക്കാർ, തിങ്ങി നിറഞ്ഞ ജനസഞ്ചയം. അവിടെ ഞാനൊന്നുമല്ല.
ഞാൻ ആ യൂണിവേഴ്സിറ്റി സെൻട്രൽ ഹാളിന് 3 പ്രാവശ്യം വലം വെച്ചു. ഏതെങ്കിലും വഴിയിലൂടെ അതിനകത്തുനിന്ന് കടന്നുകൂടാൻ. കച്ചേരി ആരംഭിക്കാനായിട്ടുള്ള സമയം അടുത്തടുത്ത് വരുമ്പോൾ ഞാൻ എന്തോ ഒരു പരീക്ഷയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ. ഒരു തരത്തിലും അതിനകത്ത് കടന്നുകൂടാൻ ഒരു മാർഗമില്ല. പാസുകൾ വാങ്ങിക്കുന്ന എൻട്രൻസ് എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര നിരാശയോടെ സെൻട്രൽ ഹാളിൻ്റെ ഇടതുവശത്ത് ഞാനങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നി, വേണ്ട, മടങ്ങിപ്പോകാം. കണ്ണുകൾ സജലങ്ങളായി. ശരിക്കും സങ്കടം വന്നു. എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് കടന്നുകൂടുക? അങ്ങനെ മനപ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ജനലിൻ്റെ പാളി തുറന്നു കിടക്കുന്നു. എന്തോ വരട്ടെ എന്ന് കരുതി ഒരു ഇടനാഴിയിലൂടെ ഇരുണ്ട വെളിച്ചമില്ലാത്ത വഴിയിലൂടെ നടന്ന് ഒരു വിധത്തിൽ ആരൊക്കെ കണ്ടോ ആരൊക്കെ കണ്ടില്ല എന്നറിയില്ല, ജനലിനുള്ളിലൂടെ ചാടി സെൻട്രൽ ഹാളിനുള്ളിൽ കയറി. എന്നും വരണ്ടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ അതിനകത്ത് കയറിയത്. കയറി സെൻട്രൽ ഹാളിൻ്റെ ഒരു മൂലയിൽ ചെന്ന് നിൽക്കുകയാണ്. സീറ്റുകളെല്ലാം ഫുള്ളായി. മുകളിലത്തെ ബാൽക്കണിയും കംപ്ലീറ്റ് ഫുള്ളായി. ഏകദേശം 2,500, 2,500, 3,000 പേർ വരുമോ എന്ന് തന്നെ സംശയം. തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ്. അങ്ങനെ മനസ്സിൽ ഭയമുണ്ട്, ആരെങ്കിലും ചെവിയിൽ തൂക്കി പുറത്താക്കുമോ? എന്തായാലും അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും കൃഷ്ണേട്ടനോട് കണ്ട് പറയാം എന്നുള്ള ആ ധൈര്യത്തിൽ അതിൻ്റെ ഒരു മൂലയിൽ ചാരി നിന്നു. 6:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ കൂപ്പുകൈകളോടെ കടന്നു വരുന്നത് ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അദ്ദേഹം ഉപവിഷ്ടനായി ആ സദസ്സിൽ തിങ്ങി നിറഞ്ഞ എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് കൈകൂപ്പി. സ്റ്റേജിൻ്റെ കർട്ടൻ ഉയർന്നപ്പോൾ പൊക്കം കുറഞ്ഞൊരു സ്ത്രീ പച്ചയും ചുമപ്പും കലർന്ന കാഞ്ചീപുരമാണെന്ന് തോന്നുന്നു പട്ടുസാരി എടുത്ത് തൊഴുകൈകളോടെ ചിത്രതിരുനാൾ മഹാരാജാവിനെ തൊഴുതിട്ട് അവിടെ വേദിയിലിരിക്കുകയായി. 40 വർഷം കൊണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരു മഹത് വ്യക്തിത്വത്തെ ഞാൻ കാണുമ്പോൾ എനിക്കുണ്ടായ ആനന്ദം അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കുക? ഇവിടെ കാറ്റിനു സുഗന്ധം, ഇവിടെ കാറ്റിനു വസന്തം എന്നാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയത്. അത്ര സന്തോഷം മനസ്സിൽ കൂടിവിട്ട് പറന്നു പോകുന്ന 100,000 തത്തകളെപ്പോലെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ കീർത്തനാലാപനത്തിൻ്റെ 2-2.5 മണിക്കൂർ ആ നാദധാര അതൊരു വിസ്മയം തന്നെയാണ്, അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ഇവിടെ രാഗവിസ്താരമൊക്കെ കേട്ടാൽ അറിയില്ലെങ്കിൽ തന്നെയും നമ്മളതിൽ ലയിച്ചിരുന്നു പോകും. ഇത്രയും വർഷം കണ്ടു നടന്ന ആ മഹത് പ്രതിഭയെ നേരിൽ കാണുകയാണ്. അപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നു ഒരു കയ്യൊപ്പും 1-2 ഫോട്ടോയും എടുക്കണമെന്നുള്ള അഗാധമായ ആഗ്രഹം. ആ ആഗ്രഹം എങ്ങനെ സാക്ഷാത്കരിക്കും? പിറ്റേ ദിവസം അടുത്ത ദിവസം ഉച്ചയ്ക്ക് MS-നും കുടുംബത്തിനും വലിയൊരു ആദരവ് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഹാളിൽ വെച്ച് തന്നെയാണ്. ഏകദേശം 2:30-3:30 മണിയോടുകൂടിയാണ് ആ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് പേരുടെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുള്ള, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ്, വലിയൊരു ഫോട്ടോഗ്രാഫറാണ് ജയരാജ് ജി വലിയശാല. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കണം, ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ സൂര്യയുടെ ഏത് പ്രോഗ്രാമിനും ജയരാജാണ്
കൂടുതലും ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തോട് സൂര്യകൃഷ്ണമൂർത്തിക്കും വലിയൊരു സ്നേഹമുണ്ട്. ഏത് തരം ക്യാമറ വേണമെങ്കിലും ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ചില ചാനലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഇന്നും എന്നെ കാണുമ്പോൾ അദ്ദേഹം പറയും, അഭിനയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും തൻ്റെ മുഖത്ത് വരുന്നില്ലല്ലോ, പിന്നെ താനെങ്ങനെ നടനാവുമോടോ എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മകാഹളം എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് സിനിമയുടെ പ്രതലങ്ങളിൽ എൻ്റെ മുഖം ആദ്യമായിട്ട് കാണാനിടയായത്. അങ്ങനെയുള്ള ആ വ്യക്തിയെ എന്ത് പറഞ്ഞാലും ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. അത് ഞാൻ ഇവിടെ പറയാൻ കാര്യം, അദ്ദേഹം അന്നും പിറ്റേ ദിവസവും ഒരുപാട് ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. പണ്ഡിറ്റ് രവിശങ്കറിൻ്റെയും ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരുടെയും ഫോട്ടോസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഫങ്ഷൻ തുടങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുന്നേ സെൻട്രൽ ഹാളിൻ്റെ പുറകിലുള്ള കർട്ടന് പിന്നിൽ ജയരാജേട്ടൻ എന്നെ വിളിച്ച് കയറ്റി. എം.എസും അവരുടെ ഭർത്താവ് സദാശിവവുമായി ഞാനും നിന്ന് 4-5 ഫോട്ടോകൾ എടുത്തു. അപ്പോൾ ഞാനും എം.എസുമായിട്ട് മാത്രം നിന്നുള്ളൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അവരുടെ മുഖം വല്ലാണ്ടാവുന്നു. അപ്പോൾ അമ്മേ, എനിക്കൊരു കയ്യൊപ്പ് വേണം. ഞാൻ 10-40 വർഷം കൊണ്ട് അമ്മയുടെ കച്ചേരികൾ രാവിലെ പ്രഭാതത്തിൽ ഉണർന്നാൽ ഉടനെ കേൾക്കുന്നത് അതാണ്. ഒരു ദിവസം 5 മിനിറ്റെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമാണിത്. അമ്മയും സദാശിവവും ഞാനും കൂടി നിന്നുള്ള ഒരു 5-6 ഫോട്ടോകൾ ശ്രീ ജയരാജ് എടുക്കുകയുണ്ടായി. ആ സന്തോഷ നിർവൃതിയിൽ അവരുടെ പാദങ്ങളിൽ തൊഴുത് ഞാൻ ഇറങ്ങുമ്പോൾ അവരുടെ ഒരു നോട്ടം, നീ നന്നായി വരട്ടെ എന്ന് മനസ്സുകൊണ്ട് വിളിച്ചു പറയും പോലെ തോന്നി. രത്നങ്ങൾ പതിച്ച മൂക്കുത്തിയും രത്നങ്ങൾ പതിച്ച കമ്മലും പൊക്കം കുറഞ്ഞ യാതൊരു മേക്കപ്പ് ഇല്ലെങ്കിൽ തന്നെയും സൗന്ദര്യത്തിൻ്റെ നിദർശനം എന്ന് വേണം പറയാൻ. അങ്ങനെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ജയരാജേട്ടൻ്റെ വീട്ടിൽ വന്ന് പല പ്രാവശ്യം ഒരു സ്നാപ്പ് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ ഭാഗ്യവശാൽ ഒരുപാട് റോളുകൾ സൂക്ഷിച്ചിരുന്ന അതിൽ നിന്നും എങ്ങനെയോ ആ ഫിലിം റോൾ മിസ്സായി. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവും നൽകിയ ഒരു നിമിഷമായിരുന്നു അത്. 10,000-10,000 ഫോട്ടോകൾ എൻ്റേത് എടുത്തിട്ടുണ്ട്. ഒടുവിൽ 10,000 ഫോട്ടോ വെച്ച് സൂക്ഷിക്കാൻ നിർവാഹകർ വലിച്ചെറി കളഞ്ഞിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ, ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസിൻ്റെത്, അങ്ങനെ 10,000 ഫോട്ടോസ് ഉണ്ടായിരുന്നിട്ടും എം.എസുമായിട്ടുള്ള ആ ഫോട്ടോ നഷ്ടപ്പെട്ടത് വളരെയധികം ദുഃഖം തോന്നി. പക്ഷേ ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന 28/10/1988 എം.എസ് എനിക്ക് ഒപ്പിട്ട് തന്ന ഒരു ഓട്ടോഗ്രാഫാണിത്. നിങ്ങൾ കാണുക, നീല മഷിയിൽ എഴുതിയിട്ടുള്ള ഈ ഓട്ടോഗ്രാഫാണ് ഞാൻ കണ്ടു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. പണ്ഡിറ്റ് രവിശങ്കറിനെയും പണ്ഡിറ്റ് ഭീംസൻ ജോഷിയെയും ഇവരെല്ലാം ഭാരതരത്ന അവാർഡ് നേടിയ മഹത് വ്യക്തിത്വങ്ങളാണ്.
ഒരുപാട് പേരെ കാണുകയും ഒരുപാട് പേരെ പരിചയപ്പെടുകയും ഒരുപാട് പേരുമായി സംവേദിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും അവരുടെ നാദധാരയിൽ നിന്നും ഒഴുകി വരുന്ന സംഗീതം, കീർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ കടലിലെ തിരമാല പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം നമുക്ക് മറക്കാനേ കഴിയില്ല. അതിനുശേഷം ഞാൻ പിന്നീട് ഒരിക്കൽ സൂര്യ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, കൃഷ്ണേട്ടാ, ഈ സെനറ്റ് ഹാളിൽ 3 വട്ടം ഓടിയത് ഞാൻ മാത്രമായിരിക്കും, വേറെ ആരും ഓടിക്കാണില്ല. ഒടുവിൽ ജനൽ ചാടിയാണ് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. അർപ്പണബോധവും മനസ്സും നമുക്കൊന്ന് നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇന്നും അവരുടെ വെങ്കടേശ്വര സുപ്രഭാതവും മറ്റ് കീർത്തനങ്ങളും ഒരെണ്ണമെങ്കിലും കേൾക്കാതെ കടന്നുപോയിട്ടില്ല. ജീവിതം ധന്യമായിട്ടുള്ളൊരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ മനസ്സ് പ്രയാസപ്പെടുമ്പോഴെല്ലാം ഞാൻ ഏറിയ പങ്കും കർണാടക സംഗീതമാണ് കേൾക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെല്ലാം അതിജീവിച്ച് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതം സാർത്ഥകമായി എന്ന് ഞാൻ കരുതുന്നു. മനസ്സിൻ്റെ പൊയ്കയിൽ ഒരു താമര വിടർന്ന പോലെ MS എന്ന ആ വലിയ വ്യക്തിത്വം ഇന്നും നീന്തിത്തുടിക്കുന്നു സംഗീതത്തിലൂടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.